യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് ഒരു പ്രവചന ശബ്ദമാണ്. ഒരു പ്രവചന ശബ്ദമാണ്. ഇസ്രായേൽ കാണേണ്ടതിന് മോശയോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഞാൻ ഇരിക്കും, അതവർ കാണും, അതിനായി നിന്നെ ഞാൻ വലിയവനാക്കാൻ തുടങ്ങും എന്ന് പറയുന്നത് ഒരു പ്രവചന ദൂതം. നടന്നതല്ല, നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് പ്രവചന ദൂതം എന്ന് പറഞ്ഞത്. സ്തോത്രം. ലൈവായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ദൈവം അരുളി ചെയ്തത്. നമ്മുടെ ഭാഷ പറയും ഇനിയും ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ ഇനിയും കാണിക്കാൻ പോകുന്ന, ഇനിയും ചെയ്യാൻ പോകുന്ന ഒരു ദൂതാണ്. അതുകൊണ്ട് അതിനെ പ്രവചന ശബ്ദമാണ് മനസ്സിലായി. ഇവിടെ നമുക്കറിയാം യോശുവയുടെ പുസ്തകം, ആദ്യത്തെ 5 പുസ്തകം മോശ എഴുതി. അതിനെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാ വിശേഷിപ്പിക്കുന്നത്. പഞ്ചഗ്രന്ഥങ്ങൾ. ഹല്ലേലൂയ. അതിനുശേഷം യോശുവയുടെ പുസ്തകത്തിലേക്കുള്ള രംഗപ്രവേശനമാണ്. ചരിത്രം പഠിക്കുമ്പോ മോശ അടിമത്വത്തിൽ നിന്ന് ജനത്തെ എന്ത് ചെയ്തു? വിടുവിച്ചു. മോശ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. എന്നാൽ യോശുവയോ അനുഗ്രഹത്തിലേക്ക് ജനത്തെ നയിച്ചു. അതാണ് വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? മോശ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. എന്നാൽ യോശുവ അനുഗ്രഹത്തിലേക്ക് അവരെ നയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ചരിത്രകാരന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ മോശ വിടുതലിന്റെ ചിഹ്നമാണെങ്കിൽ യോശുവ വിജയത്തിന്റെ ചിഹ്നമാണ് എന്ന് ചരിത്രകാരന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്പ്രയോഗമുണ്ട്. സ്തോത്രം. മോശ ഹല്ലേലൂയ വിടുതലിന്റെ ചിഹ്നമാണെങ്കിൽ യോശുവ വിജയത്തിന്റെ ചിഹ്നം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം. സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. രാമൻ എത്ര പേര് പറയും? വാഗ്ദത്തമുള്ള എത്ര പേരുണ്ട്? എനിക്ക് വാഗ്ദത്തമുണ്ട്. നിങ്ങൾക്ക് വാഗ്ദത്തമില്ല. ചിലര് പറയുന്നത് ഈ വാഗ്ദത്തം എന്ന് പറഞ്ഞ സാധനം അത് അതിൽ. ഹല്ലേലൂയ. ഇനി വാഗ്ദത്തമില്ലാത്ത ആരും ഇതിനകത്തിരിപ്പില്ല. വാഗ്ദത്തമില്ലാത്ത ആരും ഇതിനകത്തിരിപ്പില്ല. സ്തോത്രം. ഒരു വാഗ്ദത്തം ഇല്ലെങ്കിലും പറയാൻ കഴിയുന്ന വേറൊരു വാഗ്ദത്തം. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു. എന്റെ പിതാവിന്റെ അടുത്ത് ഒരുപാട് വാസസ്ഥലമുണ്ട്.
ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടത് ഞാൻ പോയതുപോലെ വന്ന് നിങ്ങളെ അവിടേക്ക് ചേർക്കും. ഇതൊരു വാഗ്ദത്തം. വേറെ ഒരു വാഗ്ദത്തം ഇല്ലെങ്കിലും ഈ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് മറക്കരുത്. ആ വാഗ്ദത്തത്തിന്റെ പേരാ നിത്യതയുടെ വാഗ്ദത്തം. സ്തോത്രം. അതിനു വേണ്ടിയാ നമ്മൾ ഒരുങ്ങുന്നത്. ആണോ? നമ്മള് കാറിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ വീടിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് പലപ്പോഴും ഈ ഭൂമിയിലുള്ളതിനെ പ്രാപിക്കാനാണ് ഇഷ്ടം. യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, മുൻപേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം നിനക്ക് കിട്ടും. സ്തോത്രം. മനസ്സിലായോ? പക്ഷെ നമ്മുടെ ക്യാരക്ടർ എങ്ങനെ? ബാക്കിയുള്ളതെല്ലാം കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ദൈവത്തെ അനുഗമിച്ചോളാം. സ്തോത്രം. ഞാൻ എല്ലായിടത്ത് ശുശ്രൂഷിക്കാൻ എന്നെ വിളിച്ചു. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള മോനെ എവിടെ പോവാ? ശുശ്രൂഷിക്കാൻ എന്നെ വിളിച്ചു. അച്ഛാ പറഞ്ഞു, ആസ് ഇവിടെ വരണം. എന്നെ അദ്ദേഹം വിളിക്കുമ്പോ അദ്ദേഹം ബെഡിൽ പാരലൈസ്ഡ് ആയി കിടക്കുക, ഒരു വശം തളർന്നു കിടക്കുക. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആ വീക്കായ ആ ഭാഗം, ശരീരത്തിന്റെ ലെഫ്റ്റ് സൈഡ് ദൈവം ശക്തീകരിച്ചു. സ്തോത്രം. ദൈവം ശക്തീകരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, വാസേ ഒരു ദിവസം നമുക്കൊന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ശരി, പ്രാർത്ഥിക്കാം. എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെല്ലാൻ പോകുമ്പോൾ ഒരു മീറ്റിങ്ങിന്റെ ഡേറ്റ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ പ്രാർത്ഥന നടക്കത്തില്ല. എനിക്ക് ചെറുക്കം ഭയങ്കര പ്രശ്നം. ഒറ്റ മോനേ ഉള്ളൂ. മോൻ ഭയങ്കര പ്രശ്നമാ. അവൻ പറയുന്നു പ്രാർത്ഥന വെപ്പിക്കത്തില്ല. അതേപോലെ പാസ്റ്റർ ഇവിടെ വന്ന പാസ്റ്ററെ ഞാൻ അടിക്കും, പാസ്റ്ററെ ഞാൻ ഉപദ്രവിക്കും, ഇവിടെ വെക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ എന്താ ചെയ്യും? ഞാൻ പറഞ്ഞു, വെക്കാൻ ധൈര്യം ഉണ്ട്, വരാൻ ഞാൻ തയ്യാറാണ്. പ്രാർത്ഥന വെക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ ഞാൻ തയ്യാറാണ്. പ്രാർത്ഥന വെച്ചു. ഞാൻ അവിടെ ചെന്നു. ഞാൻ ചെന്നപ്പോ ഒരു ചുമടുണ്ട് ഇവന്റെ മുഖം. വെളുത്ത പയ്യനാ. അതിന്റെ കൂടെ ഒന്നുകൂടെ അങ്ങ് ചുമന്നിരിക്കുക. എന്നോടുള്ള ദേഷ്യം മൊത്തം അങ്ങ് ചുമപ്പിച്ച് വെച്ചിരിക്കുക മുഖത്ത്. അങ്ങനെ അവിടെ ചെന്നു. ഇവൻ ഫസ്റ്റ് സെക്ഷനിൽ ഇരുന്നു. പകരം വൈകിട്ടും ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെക്ഷനിൽ ഇരുന്നു. ഞാൻ ശുശ്രൂഷിച്ചു. ദൈവാത്മാവ് ചില വിഷയങ്ങൾ വെളിപ്പെടുത്തി. ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അല്പനേരം നമുക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇവൻ ഇതിൽ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേന് ബൈക്കിന്റെ കീ എടുത്ത് പതുക്കെ ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഹലോ മോനെ നിന്നേടാ. അത് നിന്നു. എവിടെ പോവാ? അപ്പുറം വരെ പോവാ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല. നീ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഈ പായെ വന്നിരിക്കണമെന്ന്.
എന്നെ സൂക്ഷിച്ചൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു, എന്നാടാ നോക്കുന്നത്, ഇവിടെ വന്നിരിക്കാനാവും. ഉടനെ ഗീത അവിടെ വെച്ചു, വന്നിരുന്നു. അവന് വേണ്ടി ഫസ്റ്റ് പ്രാർത്ഥിച്ചു. തലയിലോട്ട് കൈവെക്കുകയും അവനിൽ വ്യാപരിച്ചു നിന്ന ദുരാത്മാവ് അടിഞ്ഞു പുറത്തു പോയി. അവന്റെ മേൽ കെട്ടിവെച്ച പൈശാചിക ബന്ധനം എന്റെ സ്വർഗത്തിലെ അപ്പൻ അഴിച്ചു. ദൈവം അവനെ സൗഖ്യമാക്കി. ഞാൻ ഇവരുടെ വീട്ടിലോട്ട് കാറ് കയറി. ഞാനതുകൊണ്ട് കാറ് റോഡിന്റെ സൈഡിൽ ഇട്ടിട്ടാണ്, അവിടെ ഇട്ടിട്ട് നടന്നു വരണം. രാത്രിയായി, മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് അന്ന് രാത്രി ആഹാരം വിളമ്പി തന്നവനാ. സ്വത്രം വീട്ടിൽ കയറ്റി ആ പുള്ളിയെ ഞാൻ തട്ടുമെന്ന് പറഞ്ഞവനാ എനിക്ക് അന്ന് രാത്രി ആഹാരം വിളമ്പി തന്നു. തിരിച്ച് കാറെ എന്നെ വിടാൻ വേണ്ടി അച്ഛൻ വരുമ്പോ അച്ഛനോട് ഒരു അച്ഛനെ വിളി, ഞാൻ പാസ വിട്ടു. എന്നെ കാറെ കയറ്റി വിട്ടതവനാ. സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷം അവൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലായിരിക്കും, ഇവിടെ പ്രാർത്ഥനയ്ക്ക് അവൻ വന്നിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞിടയ്ക്ക് ഞാൻ അവനെ കണ്ടു. അവനെന്നെ വിളി. ഞാൻ ചോദിച്ചു, നീ വിശ്വാസത്തിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ഒരു ദൈവദാസന്റെ മോളെയാ കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞുകൊണ്ട് സന്തോഷമായി പോകുന്ന. കർത്താവ് ഒരു വിജയം തരട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഒരു വിജയം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ വായിച്ച വാക്യം വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം യോശുവയെ വലിയവനാക്കാൻ ആഗ്രഹിച്ചത് യോശുവയുടെ കുടുംബ പാരമ്പര്യം എടുത്തു കാണിക്കാനല്ല. സ്തോത്രം. യോശുവയുടെ കുടുംബ പാരമ്പര്യം ഒന്നും എടുത്തു കാണിക്കാനല്ല. യോശുവ വലിയ പുള്ളിയാണ് കാണിക്കാനല്ല. മറിച്ച് യോശുവയുടെ കൂടെ ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താൻ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. അതാ ദൂത്, അതാ പ്രവചന ദൂത്. സ്തോത്രം, സ്തോത്രം. നിനക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നോട് ചില ആലോചന പറഞ്ഞത്. ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ചിലർ കാണത്തക്കവണ്ണം, ചിലർ അറിയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യം എന്താ? ദൈവം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ കിടക്കുന്നത്? പ്രാർത്ഥിക്കാൻ നടന്നിട്ട് എന്ത് മാറ്റം ഉണ്ടായ അല്ലേ? ഇതിന്റെ അകത്തുള്ളവരെ തന്നെ വേണം ചോദിക്കും. സ്തോത്രം, സ്തോത്രം. ഉപവസിച്ചിട്ട് എന്ത് പ്രയോജനം ഉണ്ടായ? പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്ത് പ്രയോജനം ഉണ്ടായ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് ചില ചോദ്യങ്ങളുടെ മറുപടിയായിട്ടൊരു ഉത്തരം തരാം. നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ
എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം. ആ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മോശയോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഞാൻ ഇരിക്കും. സ്തോത്രം. ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? അവിടെയാ ചിന്തിക്കണം. സ്തോത്രം. ദൈവം എന്റെ ഒപ്പമുണ്ട്, ദൈവം എന്റെ കൂടെ ഉണ്ട്, അവന്റെ കൂടെ, അവളുടെ കൂടെ, ആ കുടുംബത്തിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് വെളിപ്പെടണമെങ്കിൽ നീ ചിലത് ചെയ്യണം. സ്തോത്രം, സ്തോത്രം. ദൈവം എന്തോ ചെയ്യണോന്നാ പറഞ്ഞേ? 1-ാം അധ്യായം എടുത്ത്, 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം 7 വിട്ടു. ഒന്ന്, നിന്നോട് മോശ കൽപ്പിച്ചിട്ടുള്ള ദൈവവചനം നീ എന്ത് ചെയ്യണം? അനുസരിക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്യണം. അതന്നെ സ്തോത്രം. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവൻ അറിയണമെങ്കിൽ, കാണണമെങ്കിൽ, ഒന്ന് നീ വചനം അനുസരിക്കണം. സ്തോത്രം. തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാ പാസ്റ്റർ ഇപ്പൊ. ഹല്ലേലൂയ. പണ്ട് ഒരു ഫുൾ ബോട്ടിൽ മദ്യം കുടിക്കുക, ഇപ്പം ഒരു ചെറിയ ഗ്ലാസ് കുടിക്കത്തുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഈ തലയുടെ പിടുത്തത്തിന് എന്തെങ്കിലും വ്യത്യാസം കാണും, പക്ഷെ പ്രമാണത്തിന് വ്യത്യാസം. തെറ്റിച്ചിരിക്കും. സ്തോത്രം. ഒരു തിരുനാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററേ, യേശു കാനാവിൽ ആൽക്കഹോൾ അല്ലേ കൊടുത്തത്? ഞാൻ പറഞ്ഞു, പോയി പണി നോക്കടാ. അപ്പൊ നമ്മൾ കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല, നീ കുടിച്ചു നോക്ക, അപ്പൊ അറിയാം എന്തെങ്കിലും പ്രശ്നമുണ്ട്. അവന് അവന്റെ ആഗ്രഹം ചെയ്തെടുക്കാൻ അവൻ വചനത്തെ വളർച്ചൊടിക്കുക. സ്വത്രം. ആമേൻ. ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ കഥ പറയല്ല, ഞാൻ ഹൃദയങ്ങളെ വിവേചിച്ചാ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. സ്വത്രം, സ്വത്രം. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തിൽ എഴുതി, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ചിലർ കാണണമെങ്കിൽ, ചിലരറിയണമെങ്കിൽ, നീ ഈ തിരുവചനത്തെ അനുസരിക്കണം. ഒരാ നീ അതിനനുസരിച്ച് നിന്റെ കാൽ ചുവട് വെക്കണം.
എന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ നിന്ന് കാഴ്ചവട് മാറ്റിക്കളയത്തക്കവണ്ണം വലത്തോട്ടും ഇടത്തോട്ടും പല വഴികൾ വരും. അത് ചിലപ്പോൾ നിന്റെ കണ്ണിന് കുളിർമ തരുന്നതായിരിക്കും, നിന്റെ മനസ്സിന് ഇഷ്ടം വരുന്നതായിരിക്കും. സ്വത്രം സ്വത്രം സ്വത്രം. എന്നാൽ അതിന്റെ അവസാനം നിനക്കൊരു മുറിവ് മറന്നിട്ടുണ്ട്, നിനക്കൊരു വേദന മറന്നിട്ടുണ്ട്, നിനക്കൊരു ദുഃഖം മറന്നിട്ടുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്നോട് പരിശുദ്ധാത്മാവിന്ന് പറയുന്നു, ദൈവത്തിന്റെ ഒരു ആലോചന പറയുന്നു. പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്, എന്നാൽ ദൈവവചനത്തിന്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറിയ ജനത്തെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാടി കാണിക്കുകയാണ്. ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവത്തിന്റെ ഒരു ആജ്ഞാപനമാണിത്. ഇന്ന് വരെ മടങ്ങി വരാൻ മനസ്സ് കാണിച്ചാൽ, മനസ്സ് കാണിച്ചാൽ അത് വേണ്ടതുണ്ടെന്ന് തീരുമാനമെടുത്താണ്. അതിന്റെ ദൈവത്തിനാണല്ലോ ദൈവാത്മാവിന് പറയുന്നത്. കരവക്കത്ത് നട്ടുവെച്ചിരിക്കുന്ന നന്മ യോർദാൻ വിഴുങ്ങിക്കളയാം. നീ പ്രമാണം വിട്ടുമാറരുത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പല 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 വഴിത്താരകൾ നിന്റെ മുമ്പിൽ തുറക്കാം, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. പക്ഷേ നീ പ്രമാണം വിട്ടുമാറരുത്. നിന്റെ ഒപ്പം ഞാൻ ഇരിക്കണമെങ്കിൽ, സ്വത്രം, നിന്റെ വിദ്യാഭ്യാസത്തോടൊപ്പം ഞാൻ ഇരിക്കണമെങ്കിൽ, നിന്റെ ജോലിയോടൊപ്പം ഞാൻ ഇരിക്കണമെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഞാൻ ഇരിക്കണമെങ്കിൽ, നിന്റെ മാതാപിതാക്കന്മാരോടൊപ്പം ദൈവം ഇരിക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തോടൊപ്പം ദൈവം ഇരിക്കണമെങ്കിൽ, നിന്റെ ശുശ്രൂഷയോടൊപ്പം ദൈവം ഇരിക്കണമെങ്കിൽ നീ ദൈവം ചെയ്യണം. അതനുസരിച്ച് ചാർച്ചുകൊണ്ട് വെച്ചെങ്കിൽ മാത്രമേ നിന്റെ കൂടെ ദൈവം ഉണ്ടാകും. ഒരിക്കൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോകും. ഒരു ചർച്ചയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട്. സ്വത്രം. പിന്നെ തലയിലോട്ട് കൈവച്ചിട്ട് ഞാന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോനേക്ക് വന്നടാ. ഇവൻ ഓടിച്ചാടി എന്റെ അടുത്ത് വന്ന്, എന്നാ പാസ്റ്ററേ? ഞാൻ പറഞ്ഞ ദൈവദാസന്മാരുടെ ട്രോൾ ഉണ്ടാക്കുന്നവൻ നീയാണ്. ദൈവദാസന്മാരുടെ ട്രോള് യൂട്യൂബിൽ ഉണ്ടാക്കി ഇടുന്ന ജോലി നീ ഏറ്റെടുത്തു. നിനക്ക് ചാനലുണ്ടോ യൂട്യൂബിൽ? ഉണ്ട്. ആ ചാനൽ എടുക്കാം, എടുക്കണ ചാനലെന്ന് പറഞ്ഞു. അപ്പൊ ഇവനോട് പറഞ്ഞ, പാസ്റ്റർ ചാനലൊന്നും എടുപ്പിക്കണ്ട, ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്നു. ഓരോ ദൈവാസന്മാരും പ്രസംഗിക്കുമ്പോ അതിന്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ജഗതിയുടെയും മുകേഷിന്റെയും സലീം കുമാറിന്റെ ഒക്കെ ഡയലോഗ് എടുത്തിട്ട് ഇവ സൂചിക്കുക, കളിക്കുക, ചിരിക്കുക. ഇവൻ പറഞ്ഞ എന്റെ അപ്പനും അമ്മയ്ക്കും പോലും ഇത് അറിയത്തില്ല.
ഈ പുള്ളി വന്ന് കയ്യോടെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നത്തോടെ നിർത്തിക്കണോന്ന് പറഞ്ഞു. ഇന്നത്തോടെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നീ മേടിക്കുന്ന എല്ലാ ഫോണും കംപ്ലൈന്റ് ആകുമെന്ന് പറഞ്ഞു. ഇന്നത്തോടെ നിർത്തിക്കോ. ഇവൻ ദൈവാലോചന കേട്ട് പോയി, പക്ഷെ നിർത്തിയില്ല. അന്ന് രാത്രി കുത്തിയിട്ട് ഹൈ വോൾട്ടേജ് കയറി വന്ന് ഫോൺ അടിച്ചു. ഇവൻ നോക്കി ഉടനെ ഫോൺ കരിഞ്ഞു. ടേബിളിൽ പോയി നോക്കി ഉടനെ ഡിസ്പ്ലേ എല്ലാം പോയിരിക്കുക. ഇവൻ കുത്തിയിട്ടും മാന്തിയിട്ടും വരച്ചിട്ടൊന്നും ഇത് ഓണാകുന്നില്ല. സ്വത്രം ബാറ്ററി ഊരുന്നു, എടുക്കുന്നു, ഒന്നും ശരിയാകുന്നില്ല. പെട്ടെന്ന് ഇവന്റെ ഹൃദയത്തിൽ ആ ദൂത് വെളിപ്പെട്ടു. മാസ് എന്നോട് പറഞ്ഞാണ്. എന്റെ നമ്പർ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നാ പ്രാർത്ഥനയാ മാസ്. ഞാൻ ചെല്ലാൻ പറ്റിയിടാ. ആകെ ഉണ്ടായിരുന്ന ഫോണ് എന്തായി ആടിച്ച് താഴ്ന്നത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ മോനെ നീ ക്രമപ്പെട്ടിരുന്ന ആ സാധനം പോവും. അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല. അപ്പൊ ആരുടെ ഉച്ച ദൂത് പറഞ്ഞ് എന്റെ ഉച്ചമാണോ കേട്ട നിന്റെ കുഴപ്പം? അപ്പൊ പറഞ്ഞില്ല എന്റെ പ്രശ്നം. ഞാൻ ചോദിച്ചു എന്നാ തീരുമാനം? പുതിയത് മേടിച്ചിട്ട് വീണ്ടും കളയുന്നോ അതോ നന്നായിട്ട് ഉപയോഗിക്കാൻ? ഇല്ല പാസേ, ഇന്നത്തോടെ ഞാൻ നിർത്തി. കാരണം ഞാൻ പറയാത്തൊരു കാര്യം അവന് മനസ്സിലായി. ഇന്ന് മൊബൈലെ തൊട്ടു, നാളെ മിക്കാതെ എന്നെ തൊട്ടു. അത് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവന് മനസ്സിലായി. ഇന്ന് മൊബൈലെ തൊട്ടു, നാളെ ദൈവം എന്നെ തൊടും. സൂക്ഷിച്ചിരുന്നോ, ക്രമപ്പെട്ടില്ല തമ്പുരാൻ നിന്നെ തൊടും. രക്തം ചെയ്യും. സ്വതന്ത്രം. ദൈവവചനമനുസരിച്ച് ജീവിക്കണം, കാഴ്ചപ്പാട് വെക്കണം. ദൈവവചനം വിട്ട് മാറരുത് എന്നുള്ളത് ഒന്നാമത്തെ വ്യവസ്ഥ. ദൈവം കൊടുത്ത സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് കായംകുളത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പോ ഒരു കൊച്ച് ഭയങ്കര ആരാധനയാണ്. എനിക്ക് അവിടെ ആരാധനയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് എന്നെ വെളിപ്പെടുത്തി. കാണിക്കാവുന്ന എല്ലാ കള്ളത്തരവും കാണിച്ചിട്ട് ഇവിടെ സ്വത്രം. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മക്കളേക്ക് വന്നടി. അവളെ അടുത്ത് വന്നു. സ്വത്രം. ചില വിഷയങ്ങൾ വെളിപ്പെടുത്തി. ഞാൻ അത് അവളോട് ചോദിച്ചു. ആദ്യം ഉരുണ്ട് കളിച്ചു. അങ്ങനെ ഒന്നുമില്ല. എന്നെ ശ്രദ്ധിച്ചു. അങ്ങനെ ഒന്നുമില്ല. കേറിപ്പോയ ബസ് വരെ ദൈവം വെളിപ്പെടുത്തി. കേറിപ്പോയ ബസ് വരെ ദൈവം വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞ അടുത്ത ഇനി വെളിപ്പെടുത്തണമെന്ന് ചോദിച്ചു. വേണ്ട ബസ് പറഞ്ഞ് വെറുതെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല. ഞാൻ ചെയ്തതാണ്, സംഭവിച്ചതാണ്. ഞാൻ പറഞ്ഞു ഇതും ചെയ്തിട്ട് നിനക്ക് എങ്ങനെ അന്യഭാഷ കിടന്ന് തുള്ളാൻ തോന്നും? നീ ആരെയായി കാണിക്കുന്നു? സ്തോത്രം, സ്തോത്രം. അന്ന് അവൻ ദൈവസന്നിധി തീരുമാനമെടുത്തു. അവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. എടാ, പ്രമാണം വിട്ടു പോയാൽ ദൈവാത്മാവല്ല നിന്നെ ഭരിക്കുന്നത്, സൂര്യാത്മാവാ നിന്നെ ഭരിക്കുന്നത്. സ്വന്തം യോശുവയോട് പറയാം, എന്റെ തിരുവചനം, എന്റെ വചനത്തിന്റെ പ്രമാണം അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. ഇന്ന് മകൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വഴി തെറ്റി സ്വന്തം സ്റ്റെപ്പ് മാറി വെച്ച
നിന്റെ കാല് തിരിച്ചെടുത്തോളാൻ ദൈവാത്മാവ് സംസാരിക്കുന്നു. സ്വന്തം സ്വന്തം ദൈവത്തിന്റെ പ്രമാണം വിട്ട് നീ വഴി തെറ്റി വെച്ച കാലുണ്ടല്ലോ, ഇന്ന് പകൽ തിരിച്ചെടുക്കണമെന്ന് ദൈവാത്മാവ് നിന്നോട് ഇടപെടുക. ഞാൻ തന്നെ കൈവച്ചുകൊണ്ടോടുമായിട്ടില്ല, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ എന്നോട് ശിക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥിച്ചത്. ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകരുത്. എനിക്കിപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നപ്പോ ഒത്തിരി സന്തോഷം. കാരണം എനിക്ക് ഈ യൗവനക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ കിട്ടാനാണല്ലോ പാട്. എന്നെ ഭയങ്കര പാടായിരുന്നു ഇതിനകത്ത് കിട്ടാൻ. എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന് ഇപ്പോഴും വലിയ പിടുത്തും. അങ്ങനാണല്ലോ ഒരു മൈൻഡ്. ഞാൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന യൗവനക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവരോട് ഒരു പ്രത്യേക സ്നേഹനികം. ഞാനൊരു യൗവനക്കാരനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പ്രത്യേക ഒരു സ്നേഹം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നൊരു ദൂതിടാണ്. നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് വെളിപ്പെടണമെങ്കിൽ ഒന്ന്, നീ ഈ ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. എവിടെയെങ്കിലും നിനക്കൊരു പാകപ്പിഴ വന്നെങ്കിൽ, എവിടെയെങ്കിലും തിരുവചനത്തിന്റെ പ്രമാണം വിട്ടു മാറിപ്പോയെങ്കിൽ, നീ ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഹൃദയം ദൈവത്തിന് കൊടുത്തെന്ന് പറ, എന്നോട് ക്ഷമിക്കണമേ. അപ്പോ എന്നെ അതിൽ നിന്നൊന്ന് മടക്കി വരുത്തണമേ. ഒന്നത്. രണ്ടാമത്തെ കാര്യം ഒന്ന് വായിച്ചേ, 7-ാം വാക്യത്തിൽ. ഈ ന്യായ രണ്ടാമത്തതാണ്. ഒന്ന്, നീ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്, മാറരുത്. എന്ന് വെച്ചാൽ വചനം വിട്ട് ജീവിക്കരുത്. അതെവിടെ പോയാലും. ഞാൻ ബാംഗ്ലൂര് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ഞാൻ തിരിച്ചു വന്നപ്പം കുറെ പിള്ളേരുണ്ട്. ഒരു പെൺകൊച്ച് മാല, കമ്മൽ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പിള്ളേർക്ക് ഇഷ്ടംപോലുണ്ട്. അവരാടുന്നു, പാടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. ഹല്ലേലൂയ. കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോ പെൺപിള്ളേർ ഒരു കൂട്ടം, ആൺപിള്ളേർ ഒരു കൂട്ടം. അവരിറങ്ങുന്ന സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ ഇറങ്ങപ്പെടും. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ള യാത്രകളുണ്ടല്ലോ, ചില വേർതിരിവ്. ഈ ഞാൻ ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് വന്നപ്പോ പിള്ളേരില്ലെങ്കിൽ ഇരിക്കുക. ഉടനെ ഒരു ചെറുക്കം വന്നപ്പോഴത്തേന് ഒരു കൊച്ചെഴുന്നേറ്റ് എന്നിട്ട് അവന്റെ കൂടെ അപ്പുറത്തോട്ട് മാറി ഇരുന്നു. സ്വന്തം കോട്ടയം എത്തിയപ്പോ ഇവിടെ ഇറങ്ങേണ്ട സ്ഥലമാണ്. ഞാനപ്പോ ഒരു ഏറ്റുമാനൂര് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളൊരു സഞ്ചി എടുത്തോണ്ട് ബാത്റൂമിലോട്ട് പോകുന്നു. സ്വന്തം സഞ്ചി എടുത്തോണ്ട് ബാത്റൂമിൽ പോയിട്ട് ഈ ഇട്ടിരിക്കുന്ന കുണുക്കും ഇതും കമ്മലും അതും ഇതും എല്ലാം അടിച്ച്, സ്വന്തം എല്ലാം അടിച്ച് അവളുടെ വേഷവിധാനം മൊത്തം മാറ്റിയിട്ട്
ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒരു ദൈവ വൈതൽ എങ്ങനാണോ അതേ ഗെറ്റപ്പ് വരിക. ഞാനിങ്ങനെ ചിന്തിച്ചേടാ, ബാംഗ്ലൂര് മുതല് ഇവിടെ വരെ കണ്ട കൊച്ചല്ലോ ഇത്. കോട്ടയത്ത് ഇവിടെ ഇറങ്ങുന്ന ഞാൻ നോക്കിയപ്പം അവിടുത്തെ പാസ്സാണ് സ്വീകരിക്കാൻ നിൽക്കുന്നത്. ട്രെയിൻ നിർത്തി 5 മിനിറ്റ് ഉണ്ട് കോട്ടയത്ത്. മോൾ ഇറങ്ങാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോ പാസ്, ഇരു കൈ നീട്ടി കുറെ മോള് പാസങ്ങളെ ഇവിടെ പ്രൈസലോട് എന്താണെന്ന് ഞാൻ ട്രെയിനിൽ വെച്ചു. ഹല്ലേലൂയ. പാവ അപ്പനും അമ്മ ഇതൊന്നും അവരറിയുന്നില്ല. പഠിക്കാൻ കഷ്ടപ്പെട്ട് ഹല്ലേലൂയ നല്ല ആഹാരം ഉണ്ടെങ്കിലും അത് കഴിക്കാതെ മക്കൾക്ക് അല്ലേ, അങ്ങനെയുള്ള അപ്പനും അമ്മമാരുണ്ട്. മക്കളെ തെറ്റിക്കുന്ന അപ്പനും അമ്മയും എന്നാ മിണ്ടാ മര്യാദയ്ക്ക് നടക്കുന്ന മക്കളായിരിക്കും. അപ്പനങ്ങനല്ലേ നടക്കുന്നത്, അമ്മ അങ്ങനല്ലേ നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കടന്ന് എന്താ അങ്ങനെയുള്ളത് കൊണ്ട് സ്തോത്രം. പ്രിയമുള്ളവരെ, ഏത് ദേശത്ത് പോയാലും ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. സ്തോത്രം സ്തോത്രം. ദൈവവചനം വിട്ട് ജീവിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. അപ്പോൾ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്, മാറരുത്. രണ്ടെന്താ പറഞ്ഞേ, എന്റെ വചനം അല്ലെ, എന്റെ വചനം ന്യായപ്രമാണം നിന്റെ വായിൽ നിന്ന് നീങ്ങി സ്വോത്രം 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 എന്ന് വെച്ചാൽ നിന്റെ അധരത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് വചനമായിരിക്കും. പ്രാർത്ഥനയ്ക്ക് വരുമ്പോ അന്യഭാഷ, പ്രാർത്ഥന കഴിയുമ്പോ അന്യായ ഭാഷ. അല്ലേ? ഇപ്പോഴും വാ തുറന്ന അസഭ്യം പറയുന്ന ബന്ധുക്കൂട്ടുകാർ, വാ തുറന്ന ചീത്ത വാക്കുകൾ പറയുന്ന വിശ്വാസികള് ഉണ്ട്. ചിലര് പറയുന്നത് കേട്ടില്ലേ, എന്റെ പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ഇത് ഓർത്തോർത്ത് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ എവിടെയോ ഈ സാധനം. കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ, സ്തോത്രം, നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല, അദ്ദേഹം പറയാ കൈ ഇങ്ങനെ മേളോട്ട് ഇവിടെ ചുരുട്ടി കയറ്റി ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് പറയാ ഇങ്ങനെ വെച്ചാല് രണ്ടെണ്ണം പറയാൻ, ഇങ്ങനെ വെച്ചാല് രണ്ടെണ്ണം, ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ഒരു പ്രത്യേക ധൈര്യമാണ്. സ്വോത്രം. കാര്യമല്ല, പുള്ളി ഈ നേരത്തെ ഗുണ്ടയായിരുന്നു, അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ് സാക്ഷ്യം. നേരത്തെ ഗുണ്ടയാ. ഗുണ്ടയായിരുന്നപ്പോ ഇങ്ങനെ വെച്ചോണ്ടാ പോയെ, ഇങ്ങനെ വെള്ളോട്ട് കയറ്റി. പുള്ളി പറഞ്ഞിരിക്കണ ഇത് മേളോട്ട് കയറ്റി വെച്ചാലേ പഴയ ഒരു ധൈര്യം എത്തിത്തു. എന്നിട്ട് ഒരാളോട് ദൂത് പറഞ്ഞപ്പോ ഇങ്ങനെ കാണുക, ഇവര് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, സ്വന്തം ഇങ്ങനെ കാണുക. കണ്ണൂരിൽ നിന്ന് കുറെ ദൂരെ താമസിക്കുന്നതായിട്ട് കാണുന്നു. ഉടനെ അച്ഛൻ പറഞ്ഞു, കേട്ടോണ്ടിരുന്ന അച്ഛൻ പറഞ്ഞു, ഇല്ല കണ്ണൂരിനടുത്ത ചമ്മിപ്പോയെ. സ്തോത്രം. വല്ല ആവശ്യം നേരിട്ട് അങ്ങ് ചോദിച്ചാൽ പോരെ, കണ്ണൂരിൽ എവിടെ? കണ്ണൂരിൽ നിന്ന് ഏറെ ദൂരെയാണ്, നല്ല ആവശ്യം. ഉടനെ അച്ഛൻ പറഞ്ഞു, അല്ല കണ്ണൂരിന് അടുത്താണ്. ഉടനെ പുള്ളി പറയാ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി, ഇല്ല മൈക്ക് എടുത്തി.
പുള്ളി പറഞ്ഞു, ആ മൈക്ക് എടുത്ത് അച്ഛനോട് പറഞ്ഞ മൈക്ക് എടുത്ത് ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കൈ ചുരുട്ടി കയറ്റി വെച്ചപ്പോഴത്തേന് ആ ആത്മാവ് കയറി. ഏതാ? പഴയ ഗുണ്ടയുടെ. അപ്പൊ ഈ പറഞ്ഞ ദൂത് പുള്ളി പറഞ്ഞ് കണ്ണൂരിലാണ്, പക്ഷെ ഒരുപാട് ദൂരെ ഒന്നുമില്ല, കണ്ണൂരിന് അടുത്ത ബസ് ഇറങ്ങി പോകാനുള്ള ദൂരെയാണ് ആ അച്ഛൻ പറഞ്ഞത്. എന്താ പറയാ, ചോദിക്കുന്നതിന് മാത്രം പറഞ്ഞാൽ മതി. ഇതിന്റെ മൈക്കെടുത്ത് കയറി. ഇതൊക്കെയാണോ ദൈവത്തിന്റെ ആത്മാവ്? സ്തോത്രം, സ്തോത്രം. വായി തോന്നുന്നത് കോതയ്ക്ക് പാടരുത് വിശ്വാസി. ആമേൻ. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടണമെങ്കിൽ നിന്റെ വായിൽ ദൈവവചനം നിലനിൽക്കണം. നിന്റെ വായിൽ കർത്താവിന്റെ വചനമായിരിക്കണം. സ്വന്തം എന്നെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. അരുതാത്ത വാക്കുകൾ സംസാരിച്ചവർ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. അരുതാത്ത വാക്കുകൾ ഉച്ചരിച്ചവർ ഇതിന്റെ അകത്തിരിപ്പുണ്ട്. ഇന്ന് മകൾ ദൈവത്തോട് ക്ഷമാപണം നടത്തണം. അങ്ങനെ കൂട്ടുകാരി തമ്മി സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടോ? വീട്ടുകാരി തമ്മി സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടോ? എവിടാ നിന്റെ ആദരത്തിൽ നിന്ന് അരുതാത്തത് വീണത്? ദൈവത്തോട് ക്ഷമ. സ്തോത്രം. ഞാൻ ഒരിക്കൽ +2 പഠിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന മോള് +2 അവളായി പഠിക്കുന്നില്ല. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് വരണം, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, ഇരുന്നു. ഇവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇവളിൽ നിന്നൊരു ദുരാത്മാവ് വെളിപ്പെട്ടു വന്നപ്പോഴത്തേന് ഈ വിഷയം വെളിപ്പെടുന്നുണ്ട്, പക്ഷെ ഇത് വിട്ടുപോകുന്നില്ല. എന്തോ ഒരു തടസ്സം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് വെളിപ്പെട്ട് നിൽക്കുക, ഇത് മാറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ദൈവം ചെയ്യണം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ എടുത്തെടുത്ത് ഈ മോളുടെ അമ്മ എന്നെ കാണിക്കുന്നുണ്ട്. ദൈവാത്മാവ് എടുത്തെടുത്ത് 2-3 പ്രാവശ്യം ഈ മോളുടെ അമ്മയെ കാണിക്കുന്നു. വിശ്വാസികളാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, അമ്മേ, ഈ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ എവിടെങ്കിലും നിങ്ങൾ ക്രമീകരിക്കപ്പെടാനുണ്ടോ? ഉണ്ട്. നിങ്ങൾ അത് ഓർത്തെടുത്ത് ക്രമീകരിക്കണം, ഈ കുഞ്ഞ് വിടുവിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഉടനെ അമ്മാമ്മ ദൈവത്തെക്കാട്ടിലും വിശുദ്ധിയ. അമ്മാമ്മ പറഞ്ഞു, ഒരു കുഴപ്പമില്ല മാസ്റ്ററെ, ഒരു പ്രശ്നമില്ല. ഞാൻ അവർക്ക് വേണ്ടി എഴുതിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാന്ന് പറഞ്ഞപ്പോഴത്തേന് വെളിപ്പെട്ട് നിന്ന പിശാച് പറഞ്ഞു, ഇവിടെ കളിയാണ്, കള്ളവാ പറയുന്നത്. വെളിപ്പെട്ട് നിന്ന പിശാച് പറഞ്ഞു, ഈ പറയുന്നത് കള്ളവന്നു. മാത്രം ഒന്നെ പിശാച് സംഭവം വെളിപ്പെടുത്തി. ഈ അമ്മ സന്ധ്യക്ക് ഒരു 6 മണി കഴിഞ്ഞപ്പോ മുറ്റം തൂത്തോണ്ടിരിക്കും. മുറ്റം ഇങ്ങനെ തൂക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മോള് വെളിയിലോട്ട് ഇറങ്ങി വന്നു. +1 പഠിക്കുക അവിടെ. വെളിയിലോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോ ഈ അമ്മ പറഞ്ഞ്, വിശ്വാസിയാ, ആദ്യം വളരെ സാവധാനം പറഞ്ഞു, മോളെ കേറിപ്പോ. ഒച്ചം തീർന്നില്ല, കേട്ടില്ല. രണ്ടാമതേം പറഞ്ഞു, മോളെ കേറിപ്പോ. കൊച്ചു കേട്ടില്ല. ഞാനിത് ഓപ്പൺ ആയിട്ട് പറയുന്നത് നമ്മുടെ വാക്ക് സൂക്ഷിക്കാൻ വേണ്ടി. മൂന്നാമത് പറയാ, എടി മൂദേവി കേറിപ്പോവാൻ. കൊച്ചിനോട് പറയാ, എടി മൂദേവി കേറി. ഇത് കേട്ട ഉടനെ കൊച്ചെന്ത് ചെയ്തു? കേറിപ്പോയി. കൊച്ചിന്റെ കൂടെ ഒരു സാധനം കൂടെ കേറി. ആ സാധനമാണ് ഈ വെളിപ്പെട്ട് നിൽക്കുന്ന, നടന്ന കാര്യമാണ് ഈ വെളിപ്പെട്ട് നിൽക്കുന്ന ഈ പൈശാചിക ശക്തി. പറഞ്ഞ എങ്ങനെയാ? ഞാൻ കേറേണ്ടിയിട്ടൊന്നും കയറിയതല്ല.
ഇവള് വിളിച്ചു കയറ്റിയത. സ്തോത്രം, സ്തോത്രം. ആ അമ്മയുടെ ഒറ്റ വാക്ക് ആ തലമുറയുടെ ജീവിതത്തെ ഇല്ലാതാക്കി. അമ്മ നെടുമ്പാട് വീണ് കരഞ്ഞു, കർത്താവേ, ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ, എന്നോട് ക്ഷമിക്കണം, എന്റെ കുഞ്ഞിനെ വിടുവിക്കണം. അമ്മ കരഞ്ഞ് കണ്ണുനീര് പായ വീണപ്പോ കൊച്ചിന്റെ മേൽ വിടാതെ നിന്ന ദുരാത്മാവിന്റെ ശക്തി എന്റെ ദൈവം അഴിച്ചു വിടുവാനിടയായിട്ട്. സ്വതന്ത്രം. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുക. ദൈവം നിന്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ, ദൈവം നിന്റെ കൂടെ വസിക്കണമെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ ആദരം ദൈവവചനം ഉണ്ടായിരിക്കണം. അരുതാത്ത വാക്കുകൾ നീ പറയരുത്, അരുതാത്ത സംസാരം ഉണ്ടാകും. ഇന്ന് പകൽ മാനസാന്തരപ്പെടാം. മൂന്നാമത്തെ കാര്യം എന്താ? അടുത്തത് രാവും പകലും. മൂന്നാമത്തെ വ്യവസ്ഥ, ഒന്ന്, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. രണ്ട്, എന്ത് ചെയ്യണം? പ്രമാണം നിന്റെ നാവിന്മേൽ ഉണ്ടാവണം. മൂന്ന്, രാവും പകലും നീ അത് സ്വതന്ത്രം. ഒരു മെഡിസിൻ പോലെ അതേ കവിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സാധനമാണ് ഇരിക്കുന്നത്. സ്റ്റാൻഡല്ല, ഫോൺ. രാവിലെ എഴുന്നേൽക്കുമ്പോ എത്ര പേര് പ്രാർത്ഥിച്ചെഴുന്നേൽക്കാറുണ്ട്? രാവിലെ കിടക്കേന്ന് എഴുന്നേൽക്കും. ഞാൻ ഒന്നും ചോദിച്ചില്ല, ഓക്കെ. എത്ര പേര് രാവിലെ ബെഡിൽ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഒരു ദിവസം കൂടെ കാണാൻ, കാരണം പലതും തട്ടിപ്പോയി കിടക്കുക. ദൈവം നിനക്ക് ഒരു ദിവസം കൂടെ തന്നപ്പോൾ നീ ദൈവത്തോട് നന്ദി പറഞ്ഞു. ശരീരഘടനയെ കുറിച്ച് ഒരു പ്രസംഗമുണ്ട്, ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കാം. അത് കേൾക്കുമ്പോ അറിയാം നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റത്തിന്റെ വില. എന്നേലും ഞാൻ ആ സബ്ജക്ട് പ്രസംഗിക്കും. സ്തോത്രം. തലച്ചോറ് മുതല് നിന്റെ കാലിന്റെ പെരുവരൽ വരെ ദൈവം വെച്ചിരിക്കുന്ന സംവിധാനത്തെ കുറിച്ച് നീ അറിഞ്ഞാൽ നീ ദൈവത്തെ മറന്നു സൂക്ഷിക്കും. എത്ര പേര് രാവിലെ എഴുന്നേറ്റ് ദൈവമേ ഒരു ദിവസം കൂടെ കാണാൻ സഹായിച്ചതിനായി സ്തോത്രം. മെഡിക്കൽ കോളേജിൽ ശ്വാസം കിട്ടാതെ പലതും വെന്റിലേറ്ററിൽ കിടന്ന് മരണത്തോട് മൽപ്പിടുത്തം നടത്തുമ്പോൾ ദൈവം നിനക്ക് ആയുസ് തന്നവർക്ക് സ്വപ്നം ചെയ്യും. ആമേൻ. ചിന്തിച്ചേ, അതെങ്ങനാ? വചനം പറയുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ പ്രമാണം വായിക്കണം, ദൈവവചനം വായിക്കണം. ദൈവം കൂടെ ഉണ്ടാവണമെങ്കിൽ നീ ചെല്ലുന്നിടത്ത് ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ, നീ കാല് ചവിട്ടുന്ന ഇടം നിന്റെ കൈവശം എത്തണമെങ്കിൽ, നീ ആഗ്രഹിക്കുന്നത് ദൈവം നിനക്ക് തരണമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടാവണം. സ്തോത്രം. പകലും രാത്രിയിലും ബൈബിൾ വായിക്കണം. നേരമില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോ ഒറ്റ തോണ്ടലിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ, ട്വിറ്റർ, യൂട്യൂബ് ഉണ്ടോ സാറേ? സ്തോത്രം അല്ലേ? ഇവിടെ ഇരിക്കുന്ന മോൻ
അവിടെ അടുക്കളയിരിക്കുന്ന അമ്മയ്ക്ക് മൊബൈലിൽ കൂടി എഴുതും ഗുഡ് മോർണിംഗ്. 2 സ്റ്റെപ്പ് വെച്ച് അമ്മയുടെ മുമ്പിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഒരു സുഖം. ആ കാലഘട്ടത്തിലേക്ക് മാറി. ചിലത് എഴുന്നേറ്റാൽ അമ്മയോടും അപ്പനോടും ഗുഡ് മോർണിംഗ് എത്തിയിട്ടില്ല, പറയത്തില്ല. വേറെ കുറെ പുള്ളിയുണ്ട്. സ്വത്രം രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഗുഡ് മോർണിംഗ് മോളെ. ഈ മോളെ ഏതാ? ഗുഡ് മോർണിംഗ്. സ്വത്രം. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ പ്രസംഗിക്കുകയല്ല, വിവേചിച്ച മനസ്സിലാവും. ഗുഡ് മോർണിംഗ് മോൾ എന്നുപോലും പറയത്തില്ല. ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് മോർണിംഗ് കൊച്ചെ, ഗുഡ് മോർണിംഗ് പൊന്നെ. താരും ദൈവം നിനക്ക് സ്തോത്രം, സ്തോത്രം. ഒരു ദിവസം എത്ര മണിക്കൂറാ ഈ സാധനത്തെ നീ ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഉപയോഗിച്ചോ. ഇത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല, നല്ലതാ, നല്ലതിനു വേണ്ടി ഉപയോഗിച്ചോ, ഒരു പ്രശ്നം. പക്ഷെ എന്റെ ചോദ്യം, 24 മണിക്കൂറും ഇത് ഉപയോഗിക്കാൻ കാണിക്കുന്ന നീ രാവിലെയും വൈകിട്ടും വചനം വായിക്കുന്നുണ്ടോ? നീ ഇതിലൂടെ ഉണ്ടാക്കിയെടുത്ത നിന്റെ CV നീ ഒരു സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ CV കണ്ടവരുടെ ഹൃദയം നിന്നിലേക്ക് ചായണമെങ്കിൽ ദൈവം വേണം. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ഇതിനകത്തുണ്ടാക്കിയെടുത്ത, അല്ലെ ഇതിനകത്തൂടെ അയക്കുന്ന നിന്റെ മുൻപോട്ടുള്ള ഭാവിയുടെ അനുഗ്രഹത്തിനായി നീ അയച്ചു കൊടുക്കുന്ന CV കാണുന്നവരുടെ ഹൃദയം നിന്നിലേക്ക് ചാഞ്ഞുകൊണ്ട് നിനക്കൊരവസരം തരണമെങ്കിൽ, നിനക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് ദൈവം ഇറങ്ങണം. ദൈവം ഇറങ്ങണമെങ്കിൽ നിന്റെ കൂടെ ദൈവം വേണം. ആത്മാവിടപെടുന്നു. തോണ്ടനും ചാറ്റലും ചീറ്റലും ഒക്കെ നിർത്തിയിട്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്തണമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. അങ്ങനെ കണ്ടെത്തിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യും. എത്ര വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്? എത്ര വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്? സന്ധ്യാപ്രാർത്ഥന ഉള്ളവരൊന്നും കൈ ഉയർത്തി. സ്തോത്രം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിന് പോയപ്പോ സന്ധ്യാപ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുത്തെ മരുമോളുടെ കുടുംബം എന്നോട് പറഞ്ഞു, മോളെ കെട്ടിച്ചു വിട്ട മരുമോളുടെ കുടുംബം. ഞങ്ങൾ അവിടെ 2-3 ദിവസം പോയി നിന്നു. അവിടെ സന്ധ്യാപ്രാർത്ഥന 10 മണിക്ക്. ഇവിടെ ഈ സന്ധ്യ എന്ന് പറയുന്ന സമയം നേരം ഇരുട്ടാൻ തുടങ്ങുന്ന സമയം, അതിനെ സന്ധ്യ എന്ന് പറയും. എന്ന് വെച്ചാൽ 1-ാം യാമത്തിന്റെ പ്രാരംഭ സമയം, അതാ സന്ധ്യ. ഈ സമയത്താ പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ 7-ാം നാമപ്പായി 7 മണിയാണ് വായിക്കുന്നത്. സ്വതന്ത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ച എന്താ അമ്മാമേ 10 മണിക്ക്? 10 മണിക്ക് എന്താ? ഉടനെ എന്നോട് പറയാം, എന്റെ പൊന്നു പാസ്റ്ററേ, 6 മണിക്ക് TV ഓൺ ചെയ്യും.
ഓൺ ചെയ്തിട്ട് അമ്മ കരച്ചില്ല. പ്രാർത്ഥിക്കായിരുന്ന അവരുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരത്തില്ല. 6 മണിക്ക് ഇരുന്ന് കഴിഞ്ഞ അപ്പ കരച്ചില്ല. ആ കണ്ണുനീരൊപ്പണമെങ്കിൽ 10 മണിക്ക് അത് കൺക്ലൂഷൻ ചെയ്യും. സീരിയലിന്റെ കാര്യം. ഒരിടത്ത് മരുമകൾ അമ്മായിയമ്മയോട് ചെയ്യുന്നത് കണ്ട് കരയുമ്പോ അടുത്തതിനകത്ത് അമ്മായിയമ്മ മരുമകളോട് ചെയ്യുന്ന കണ്ട് കരയും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത്? എനിക്ക് തോന്നുന്നു അവര് മിക്കവാറും പ്രാർത്ഥിക്കുന്ന അടുത്ത എപ്പിസോഡിൽ അത് പരിഹരിക്കപ്പെടണേ. ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടല്ലേ പ്രാർത്ഥിക്കേ. പ്രകൃതിയുടെ ചൂടാണോ വചനത്തിന്റെ ചൂടാണോ കൂടിയേ? ഇരിപ്പ് കണ്ടിട്ട് ചോദിച്ചത്. എനിക്ക് നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം വെളിപ്പെടുത്തുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാരും നിത്യതയിൽ പോകണം. നിങ്ങൾ വാർത്ത കേൾക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടോ? ഇന്നലെയോ മിനിഞ്ഞാന്നോ? ഒരു കുടുംബത്തിന്റെ അകത്തെ 6 പേര്, ഒരാൾ മരിച്ചില്ല, ആ കുടുംബത്തിലുള്ള 23 വയസ്സുള്ളൊരു പയ്യൻ എന്ത് ചെയ്തു? ഒന്നു. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവം ഇത്. വടക്കേ ഇന്ത്യയെ പോലും അറിവും വിദ്യാഭ്യാസം കുറവുള്ള ഒത്തിരി പേരുണ്ട്. അവരുടെ ഇടയിൽ പോലും ഇങ്ങനെ സംഭവില്ല. പ്രിയമുള്ളവരെ, വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യം ഞാനിപ്പോ. സ്വന്തം അമ്മയെ, അപ്പന്റെ അമ്മയെ, അപ്പന്റെ സഹോദരനെ, വൈഫിനെ, സ്നേഹിച്ച പെണ്ണിനെ എല്ലാം പോട്ടെ, അവന്റെ ചോരയ്ക്ക് ചോരയായ അവന്റെ കുഞ്ഞനുജനെ സ്വതന്ത്രം തല്ലിക്കൊന്നൊരു കൂസലുമില്ലാതെ, ചെയ്ത പ്രവൃത്തിയിൽ അല്പം പോലും കുറ്റബോധമില്ലാതെ നിന്ന ഒരു കേരളത്തെ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടു. ഇതിന്റെയൊക്കെ ആ കാര്യം തന്നെ. തലമുറയുടെ ഉള്ളിൽ വചനമില്ല. പാരമ്പര്യ ബന്ധക്കോസ്തെന്ന് അവകാശപ്പെട്ട ട്രിവാൻഡ്രത്ത് ആ തലമുറ അപ്പനെ വെട്ടിയാ നോക്കിയേ. ബന്ധക്കോസ്തി ജനിച്ചു എന്നുള്ളതല്ലാതെ വചനം അവന്റെ അകത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? വചനമകത്തില്ലാത്തവനെ സാത്താന്യ ആരാധനക്കാരെ തട്ടിക്കൊണ്ടുപോയി. അല്ലേ, സാത്താന്യ ആരാധനയിൽ അവർ പിടിക്കപ്പെട്ടു. അതിന്റെ പരിണിത ഫലം എന്തുണ്ടായി? സ്വന്തം അപ്പനെ ജന്മം കൊടുത്ത അവന്റെ സ്വന്തം അപ്പനെ അവൻ ഹല്ലേലൂയ വെട്ടിക്കൊന്നു. നടന്നത് വേറെങ്ങുമല്ലേ കേരളത്തിൽ. ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, പകലും രാത്രിയിലും രാവും പകലും, ഹല്ലേലൂയ, രാവും രാത്രിയിലും പകലും രാത്രിയിലും എല്ലാം നീ ദൈവവചനം വായിക്കണം. വചനം നിന്നോട് സംസാരിക്കും. മനസ്സിലായോ? ഇന്ന് ഫോണും വിളിച്ചോണ്ടിരിക്കാതെ, കുത്തിക്കൊണ്ടിരിക്കാതെ, കമന്റ് ഇട്ടോണ്ടിരിക്കാതെ ആ സമയം ദൈവവചനം എടുത്ത് വായിക്കുക. ദൈവത്തിന്റെ തിരുവചന പ്രസംഗങ്ങൾ കേൾക്ക്. നിന്റെ ജീവിതത്തിന് അതൊരു അനുഗ്രഹമായി. 3 കാര്യം പറഞ്ഞു. നമ്പർ 1, നീ വചനം വിട്ട് മാറിപ്പോകരുത്. നമ്പർ 2, വചനം നിന്റെ വായിലും നാവിലും ഉണ്ടാകും. നമ്പർ 3,
അല്ലെങ്കിൽ ഈ വചനത്തെ രാവും പകലും നീ എന്ത് ചെയ്യണം? വായിക്കണം, ധ്യാനിക്കണം. 1-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവന്റെ ന്യായപ്രമാണം പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വചനം, ഈ തിരുവെഴുത്ത് പ്രമാണം യോശുവ അനുസരിച്ച് ആ പ്രവചനദൂത് നിവർത്തിയായി. ഒരാമേ പറ. 4:14 വായിച്ച യോശുവ 4:14. യോശുവ 4:14. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുമ്പാകെ വലിയവനാക്കി. ഒരാമൻ പറ. ചേർന്നൊരാമൻ എത്ര പേര് പറയും? യോശുവയോടുള്ള പ്രവചന ദൂതിതായിരുന്നു, എന്റെ പ്രമാണം വിട്ട് മാറാതിരുന്ന, എന്റെ പ്രമാണം നിന്റെ ഹൃദയത്തിൽ നീ വസിപ്പിച്ച, എന്റെ പ്രമാണത്തിൽ നീ ജീവിച്ച, എന്റെ പ്രമാണം പകലില്ലാതെ ധ്യാനിച്ചാൽ ഞാൻ നിന്നെ വലിയവനാക്കുമെന്നായിരുന്നു ദൂത്. 4-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ വചനം ഇങ്ങനെ: എന്റെ സ്വർഗത്തിലെ ദൈവം സകല ജനവും കാണുകയെ യോശുവയെ വലിയവനാക്കി. ഇന്ന് മകൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ഈ പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുന്ന ദൈവ പൈതലാണ് നീയെങ്കിൽ ആത്മാവിനോട് ഇടപെടുക. ചിലരുടെ മുമ്പിൽ നിന്റെ തല താഴുകയല്ല, ചിലരുടെ മുമ്പിൽ നിന്റെ തല കുനിക്കുകയല്ല. ആത്മാവിടപെടുന്നു. ചില കാണുന്ന ദൈവം നിന്നെ വലിയവനാക്കുമെന്ന്, വലിയവനാക്കുമെന്ന്, ദൈവം നിന്നെ ഉയർത്തുമെന്ന്, ദൈവം നിന്നെ മാനിക്കുമെന്ന്, ദൈവം നിന്നെ ഉയർത്തുമെന്ന്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇതനുസരിക്കുന്നവരോട് ആർക്കും പറയട്ടെ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ദൈവം അത് തെളിയിച്ചത്? ദൈവം പറഞ്ഞ ദൂതിന്റെ നിവർത്തി എങ്ങനെ തെളിയിച്ചത്? കര കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ കരവക്കത്ത് പുരോഹിതന്മാർ അവരുടെ ഉള്ളങ്കാൽ ആ കടിവരയിട്ടോളം കേൾക്കുമ്പോ വചനത്തിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ വചനത്തിന്റെ പെട്ടകം തോളി ചുമന്ന് അവരുടെ ഉള്ളങ്കാല് വചനപ്രകാരം ചവിട്ടിയപ്പോൾ കലങ്ങി മറിയുന്ന യോദ്ധാൻ അവരെ മുൻപോട്ട് വിടാതെ അവരുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച് അവരുടെ ഭാവിയെ അപ്രത്യക്ഷമാക്കി കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്ന യോദ്ധാൻ, ആ യോദ്ധാൻ അവരുള്ളങ്കാല് വചനപ്രകാരം ചവിട്ടിയപ്പോൾ യോദ്ധാന്റെ അടിത്തട്ടിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നു. ആ അതിശയ ആഴമായി മാറ്റട്ടെ. അതാ ഞാൻ നിന്ന മാറിയെന്ന് പറഞ്ഞു, അതാ ഞാൻ വിടുതൽ വിളിപ്പെട്ടെന്ന് പറഞ്ഞു. ഇന്ന് മകൻ ആത്മാവിനോട് ഇടപെടുക. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണമനുസരിച്ച് കാൽ ചുവട് നീ വെക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ചില നിന്നയെ ഉയർത്തിക്കളയുന്ന വർഷമാണുണ്ടോ പരിശുദ്ധാത്മാവ് ഇടപെടുക. വിശ്വസിക്കുന്നവർ മാത്രം ഏറ്റെടുക്കുക. വിശ്വസിക്കുന്ന
നിന്റെ തലമുറയ്ക്ക് നിന്റെ കുടുംബത്തിന്റെ മുകളിൽ നിന്റെ അടിയുടെ ജീവിതത്തിന്റെ മുകളിൽ നിന്റെ ഒരു ജീവിതം വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് വെളിപ്പെടുന്ന നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് വെളിപ്പെടുന്ന നിന്റെ ഒപ്പം ദൈവമുണ്ടെന്ന് ഗ്രഹിക്കുന്ന ചില നടക്കാൻ പോകുന്നു. ചില ചില അടയാളത്തിന്റെ ചരിത്രങ്ങൾ നിന്റെ കാര്യത്തിൽ വളരണമാകുന്നു. ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇടപെടുക. നിന്റെ കാര്യത്തിൽ വളരെപ്പിക്കുന്ന യുടെ കല്ലുകളെ ഇപ്പൊ ദൈവത്തിന്റെ വാഴ്ചയുടെ ശക്തി വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. ഇന്നത്തെ ജയമട് ജയമട് ആരെക്കുറിച്ച് ജയമട് ആരെക്കുറിച്ച് ജയമട് ആരെക്കുറിച്ച് ജയമട് ആരെക്കുറിച്ച് ജയമട് ആരെക്കുറിച്ച് ജയമട് ജയമട് ചിലർ തക്കവണ്ണം ചിലർ ആരെയും തക്കവണ്ണം ദൈവം ആരുടെ ചെയ്യാൻ പ്രാപിക്കട്ടെ 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 പ്രാപിക്കട്ടെ. ഉണ്ടാകാമാനാഥാരാജനം സംഭവിക്കും സംഭവിക്കും സംഭവിക്കും. യേശുവിന്റെ സംഭവിക്കട്ടെ 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 സംഭവിക്കട്ടെ. ചില ആഴ്ചകൾക്കുള്ളിൽ ചില ആഴ്ചകൾക്കുള്ളിൽ സംഭവിക്കട്ടെ. വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. എന്റെ കുടുംബത്തിന്റെ മുകളിൽ മാറാതെ നിൽക്കുന്ന ഒരു നിന്നയുടെ മുകൾ ദൈവത്തിന് സാധിക്കുന്നു. പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നിങ്ങൾ വേച്ചെടുത്ത് പ്രാർത്ഥിച്ചേ, നിങ്ങൾ വേച്ചെടുത്ത് പ്രാർത്ഥിച്ചേ. അമ്പളാര് 3 പേരും പ്രാർത്ഥിച്ചേ. കുടുംബത്തിന്റെ മുകളിൽ ചില നാളുകളായ ഒരു നിന്ന നിൽക്കുന്നത് ദൈവാത്മാവ് വെളിപ്പെടുത്തുക വെളിപ്പെടുത്തുക. പ്രാർത്ഥിച്ചിട്ടും ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും മാറാത്തൊരു നിന്ന ദൈവാത്മാവിനെ കാണിക്കുക. അതിനോട് ചേർന്ന്
ചില നിന്ദകളും കൂടെ വലിച്ചുവെന്ന് പിശാച് വെല്ലുവിളിക്കുന്നു. ഏറ്റെടുത്ത് കുടുംബം പ്രാർത്ഥിക്കുക, കുടുംബം പ്രാർത്ഥിക്കുക, കുടുംബം പ്രാർത്ഥിക്കുക. പ്രിയദാസിക്ക് പ്രാർത്ഥിച്ചേ. എന്റെ വിഷയമല്ല, നിങ്ങളുടെ വിഷയമാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ദേശത്ത് തല കുടിയാതിരിപ്പാൻ, ദേശത്ത് അനുഭവിക്കാതിരിപ്പാൻ, ദേശത്തിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കപ്പെട്ടവണ്ണം ചില നിന്ദയോട് ചേർന്ന് ചില നിന്ദയോട് വെളിപ്പെടുത്തുമെന്ന് പിശാച് വെല്ലുവിളി ഉയർത്തുന്നു. കേട്ടോ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അപ്രവാചനം അംശപ്രവാചനം മുട്ടിക്കെട്ടിക്കുന്നു. കല്ലെടുത്തു ഗിൽഗാലി നാട്ടിൽ ഇത് കണ്ട ജനം ഒരു കാര്യം തിരിച്ചറിഞ്ഞു. മോശയോട് കൂടിയിരുന്നവൻ യോശുവയോട് കൂടെയുള്ള. കുഞ്ഞെ, 3-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രവചനം 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയെങ്കിൽ അതിന്റെ അർത്ഥം കേട്ട ശബ്ദത്തെ അവൻ ശിരസാൽ വഹിച്ചു. മനസ്സിലായോ? വർഷങ്ങളുടെ കാത്തിരിപ്പൊന്നും യോശുവ എടുത്തില്ല. ലൈബ്രറി ബുക്ക് അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഡിവൈൻ പ്രോമിസസ് അടുക്കി വെച്ചിരിക്കുക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നല്ലത് നോക്കി തെരഞ്ഞെടുത്ത് നോക്കാൻ ചെയ്യും. ബുക്ക് സ്റ്റാളിൽ ബുക്ക് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഗോഡ് പ്രോമിസസ് അടുക്കി വെച്ചിരിക്കുന്നതല്ലാതെ നിനക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. പ്രവാചകന്മാരുടെ കൈക്കീഴി പോയിരുന്നു അഭിഷക്തന്മാരുടെ ആലോചനകൾ കേട്ട് പോക്കറ്റിലിട്ട് നിറയ്ക്കുകയല്ലാതെ നിനക്കത് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാ കാര്യം? പറഞ്ഞവന്റെ കുഴപ്പമാണോ? അറിയിച്ചവന്റെ പ്രശ്നമാണോ? അല്ല. നീ ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുക്കുകയും നീ ചെയ്യേണ്ട പോലെയും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അത് വെളിപ്പെടാൻ വൈകുന്നു. 3-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രവചന ദൂത് 4-ാം അധ്യായത്തിൽ യോശുവ കണ്ടു. അതാ ദൈവത്തിന്റെ മഹത്വം, അതാ ദൈവത്തിന്റെ മഹത്വം. രക്തം ജയം. ഇന്ന് പകൽ അതിനോട് ചേർത്ത് ചില ദൂത് പറയണമെന്ന് എനിക്കുണ്ട്. സമയം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിച്ചേ. യോശുവയോടൊപ്പം ദൈവമുണ്ടെന്ന് ദൈവം അറിയിച്ചു. ഞാനൊരു പ്രവചന ദൂത് പറയാം. ഈ പറഞ്ഞ വചന വ്യവസ്ഥ നീ ഏറ്റെടുത്ത് അനുസരിച്ച 2025 കലണ്ടർ മറിയുന്നതിന് മുമ്പ് നിന്റെ കൂടെ ദൈവമുണ്ടെന്ന്, എന്റെ സ്വർഗം തെളിയിക്കാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽ ആത്മാവ് സംസാരിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം 29-ാം അധ്യായം വായിക്കണ്ട. 15-ാം അധ്യായം പഠിക്കുമ്പോൾ 1-1 വായിക്കുമ്പോൾ 29, 15, 1-1 വായിക്കുമ്പോൾ ശലോമോന്റെ കൂടെ ദൈവം ഇരുന്നു. ആ രാജ്യത്തിൽ ഇതുവരെ ഭരിക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട രാജാവായി ശലോമോൻ രാജാവിലൂടെ മഹത്വം കണ്ടു. എന്നെ കാര്യം, എന്നെ കാര്യം ദൈവം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഭരിച്ചോണ്ടിരുന്നപ്പോൾ സമാധാനം കൊടുക്കാതെ
അപ്പനെ ഓടിച്ചു തെന്നിപ്പിച്ചു. ഹല്ലേലൂയ. പലതും എതിരെ പോരാടി, ശരിയാ. പക്ഷെ ശലോമോൻ കേറിയപ്പോൾ അവനോട് കൂടെ ദൈവം ഇരുന്ന് രാജ്യത്തിന്റെ മഹത്വം അവനിലൂടെ ദൈവം തെളിയിച്ചു. ശലോമോൻ ദൈവത്തെ മറന്ന് ജീവിച്ചില്ല. പ്രമാണം വിട്ട് മാറിയില്ല. അപ്പന് പോലും അബദ്ധം വന്നു. എന്താ അബദ്ധം വന്നേ? കുടുംബത്തിന്റെ അകത്ത് പോലും അബദ്ധം വന്നു. എന്താ? ഒരു കിളിവാതിൽ തുറന്നപ്പോൾ ഒരു ചേച്ചി കുളിക്കുന്നതാ കണ്ടേ. കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്നൊരാഗ്രഹം അവിടെ സ്വന്തമാണ്. അതിനവളുടെ ഭർത്താവിനെ കൊന്ന് അവളെ സ്വന്തമാക്കി പരിഗ്രഹിച്ച് ഇവനിലൂടെ ഒരു കൊച്ചവക്കുണ്ടായി. പക്ഷെ ദൈവം ആ തലമുറയെ ബാധിച്ചു. ദൈവഹിതമില്ലാതെ എന്തോ ചെയ്താലും, ദൈവത്തെ കവിഞ്ഞ് എന്തിനെ സ്നേഹിച്ചാലും, ദൈവത്തെ കൂടാതെ എന്തിന്റെ പുറകെ പോയാലും നിന്നെ ബാധിക്കത്തില്ല. നീ ഏതിനെയാണോ സ്നേഹിക്കുന്നത്, നീ ഏതിനെയാണോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദൈവത്തെ വിട്ട് നീ ഏതിന്റെ പുറകെയാണോ പോകുന്നത്, അതിന്റെ മേലെ വീണത്. മനസ്സിലായോ? നിന്റെ മേൽ വീഴത്തില്ല. നിനക്ക് പൊള്ളണമെങ്കിൽ തൊടേണ്ടത് എവിടാണ് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തെ മറന്നുപോയാൽ, ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കണം. ദാവീദ്, തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ നിന്നൊരു മനുഷ്യൻ പോലും ഒരു തെറ്റ് ചെയ്തപ്പോൾ പോട്ടെ എന്ന് വെച്ചവനല്ല എന്റെ ദൈവം, അതിന് തക്ക ശിക്ഷ കൊടുത്തവനാ എന്റെ ദൈവം. ഇന്ന് പകൽ ആത്മാവിനോട് എഴുതെടുത്തു. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ, ദൈവത്തെ മറന്ന് എന്തിനെയാണോ നീ സ്നേഹിക്കുന്നത് അതിനെ ദൈവം സന്ദർശിക്കും. നീ മൂലം അവിടെ ദൈവകരം ഭാരമാണ്. കൃപ കണ്ടോ? ആ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ചു ദാവീദ്. രക്ഷപ്പെട്ടില്ല, കുഞ്ഞു മരിച്ചു. യഹോവ ബാധിച്ച രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാ പറയുന്നേ. യഹോവ ബാധിക്കുന്നതിന് മുമ്പ് മടങ്ങി വാ. ഭയപ്പെടണം ദൈവത്തെ. പിശാചിനെ ഭയപ്പെടാൻ ആരും പറയണ്ട. എല്ലാവർക്കും പേടിയാ. പിശാചെന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാ. ദൈവത്തെ വല്ല ഭയമുണ്ടോ? അതില്ല. ദൈവത്തെ ഭയപ്പെടണം. അവൻ ധീരനാം ദൈവമാണ്. അവൻ ആലോചനയിൽ ഭയങ്കരനാണ്. അവൻ അഗ്നി ജ്വാലയുള്ളവനാണ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തെ ഭയപ്പെടണം. എല്ലാരും, കുട്ടികളും വലിയവരും ഞാനും എല്ലാരും ദൈവത്തെ ഭയപ്പെടണം. സ്വത്രം കണ്ടോ? ശലോമോന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ദൈവം രാജകീയ ഭരണം കൊണ്ട് തെളിയിച്ചു. സ്വത്രം. ഏലിയാവിൽ നിന്ന് ഏലീസ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചു. ഇതൊക്കെ വെളിപ്പെടുത്തേണ്ട ദൂതാ, പക്ഷെ സമയമില്ലാത്തോണ്ടാ പറഞ്ഞു വിടുന്നത്. യോർദാൻ കടന്ന് ഇക്കരെ യോർദാനെ അടിച്ചപ്പോ രണ്ടായി യോർദാൻ എന്ത് ചെയ്തു? വിഭാഗിക്കപ്പെട്ടു. രണ്ടായി വിഭാഗിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രവാചക ശിഷ്യന്മാര് പറഞ്ഞു, ഏലിയാവിന്റെ മേലുള്ള ആത്മാവ് ഏലീശയുടെ മേൽ വന്നു. അവർ കണ്ടത് എന്ന് വെച്ചാൽ ഏലിയാവിന്റെ കൂടെ ഇരുന്ന ദൈവം ഏലീശയുടെ കൂടെ ഉണ്ടെന്ന് അവർ കണ്ടു. കണ്ടോ? പ്രമാണം അനുസരിച്ച് എന്നാ? കീറേണ്ടതിനെ അവൻ കീറിക്കളഞ്ഞു, വിടേണ്ടതിനെ അവൻ വിട്ടുകളഞ്ഞു, ഉപേക്ഷിക്കേണ്ടതിനെ അവൻ ഉപേക്ഷിച്ചു. ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ എരിയുന്ന തീ ചൂളയിലേക്ക് വലിച്ചെടുത്തു. ഹല്ലേലൂയ. അവന് പറഞ്ഞു, കണ്ണിലെ രാജാവ് നാട്ടി വെച്ചിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ദൈവം ഞങ്ങളെ വിടുവിക്കുന്നത് ദൈവഹിതം.
ഞങ്ങൾ പക്ഷെ ഇതിനെ നമസ്കരിക്കത്തില്ല. പ്രമാണത്തിന് വേണ്ടി അവൻ നിന്നപ്പോൾ എരിയുന്ന തീ ചൂളയുടെ നടുവിൽ നാലാമനായി അവർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി. നെബൂഖദ്നേസർ കണ്ടുനിന്ന് പറഞ്ഞു, അവരുടെ കൂടെ ജീവിക്കുന്ന ദൈവമുണ്ട്, അവരുടെ കൂടെ ജീവിക്കുന്ന ദൈവമുണ്ട്. ഇങ്ങനെ ആ വാക്കെഴുതിയിരിക്കുന്നത്. നാലാമനായി ഒരുവൻ ഇറങ്ങിയിരിക്കുന്നു, അവൻ ദൈവപുത്രന്റെ സാദൃശ്യം. രാജാവ് വരെ കണ്ടു. അന്ന് മുതൽ രാജാവ് ഒരു കാര്യം പറഞ്ഞു, ചന്ദ്രകുമേശഭേദമുണ്ട്, ഇവരുടെ ദൈവമാണ് ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് വിളംബരം ചെയ്തു. ഞാൻ പറഞ്ഞത്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെട്ടാൽ നിന്റെ ജീവിതം സക്സസ് ആണ്. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെട്ടാൽ നിന്റെ ജീവിതം അനുഗ്രഹമാണ്. അതിന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാണ്, എല്ലാവരും എഴുന്നേറ്റാണ്. എല്ലാ കണ്ണുകളും രക്തത്താൽ ചെയ്യാം. എല്ലാ കണ്ണുകളും അടച്ചു. നമുക്ക് ദൈവകരത്തിലൊന്ന് സമർപ്പിക്കാം. നമുക്ക് ദൈവകരത്തിലൊന്ന് ഏൽപ്പിക്കാം.